എത്ര തന്നെ പ്രതിസന്ധികൾ നേരിട്ടാലും കഥാന്ത്യത്തിൽ നായികയും നായകനും ഒന്നു ചേരണം. ഒരു പുതുമയ്ക്ക് അവർ വേർപിരിയണമെങ്കിൽ പ്രേക്ഷകന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും ഡയലോഗിന്റെയും അകമ്പടി ഉണ്ടാവണം. വളരെ അനായാസമായി ഇത്തരം ക്ലീശകളെയെല്ലാം പൊളിച്ചടുക്കിയ, വളരെ കൂളായ, സൂപ്പർ റിലാക്സ്ഡ് ആയ ക്ലൈമാക്സിലൂടെ പ്രേക്ഷകന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം കൊണ്ടുവന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ആഷിഖ് കപൂറിന്റെ ഡാ തടിയ. അമിതവണ്ണമുള്ള ലൂക്ക് ജോൺ പ്രകാശ് കുടുംബത്തിൽ നിന്നും നാട്ടുകാരുടെ ഇടയിൽ നിന്നും കാമുകിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്ന അപമാനങ്ങളും പരിഹാസങ്ങളും അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിലും ഡബിളാ ലുക്കാച്ചൻ ഇപ്പൊ കഴിക്കുന്നത്. മാത്രമല്ല ഇതുപോലത്തെ ഫുഡും. കൊളസ്ട്രോളിന്റെ കാര്യം പറയേ വേണ്ട. മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന, വീഡിയോ ഗെയിം കളിക്കുന്ന, ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കുന്ന, എല്ലാത്തിനുമുപരി ആളുകളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ലൂക്കിനെ ആത്മാർത്ഥമായി മനസ്സിലാക്കിയ, തൊട്ടറിഞ്ഞ, അവനെ സ്നേഹിക്കുന്ന രണ്ടേ പേരെ ഈ ഭൂമിയിലുള്ളൂ. അവന്റെ കസിൻ ബ്രദർ സണ്ണിയും അവന്റെ നൈറ്റ് റൈഡർ അമ്മച്ചിയും. ലൂക്കിന്റെയും സണ്ണിയുടെയും അപ്പന്മാർ, അവരുടെ അപ്പൻ പ്രകാശ് പാലക്കൽ സ്ഥാപിച്ച പ്രകാശ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ്. പക്ഷെ അപ്പനെ പോലെ കൊച്ചിക്കാരുടെ ഉള്ളു തൊട്ടറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരെലക്ഷൻ പോലും ജയിക്കാനും അവർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ലാതെ ജീവിതം ഒരു ഓളത്തിന് കൊണ്ടു നടക്കുന്ന ലൂക്കും സണ്ണിയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത യുവാക്കളാണെങ്കിലും മ്യൂസിക് കൊണ്ട് രക്ഷപ്പെടാനും അതുവഴി പ്രകാശ് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനും അവർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ലൂക്കിന്റെ ജീവിതം തകിടം മറിയുന്നത് അവന്റെ ബാല്യകാല സഖി, അവൻ കുട്ടിക്കാലത്ത് ഒരുപാട് സ്നേഹിച്ച, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്കൂള് മാറിപ്പോയ ആൻമേരി താടിക്കാരൻ ആ ടൗണിൽ വീണ്ടും ലാൻഡ് ചെയ്യുന്നത് മുതലാണ്. തങ്ങളുടെ രഹസ്യമായ പഴയ മിക്കി മൗസിന്റെ കഥ പറഞ്ഞു ലൂക്കാച്ചനെ സ്നേഹിക്കുന്ന പോലെയും പരിഗണിക്കുന്ന പോലെയും പെരുമാറി ആൻമേരി ലൂക്കാച്ചനിലെ പഴയ കാമുകനെ വീണ്ടും തൊട്ടുണർത്തുന്നുണ്ട്. ആൻമേരി ആഗ്രഹിക്കുന്ന പുരുഷനാകാൻ, അവളുടെ സൂപ്പർ ഹീറോയാകാൻ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് ലൂക്ക. ഈ വൈദ്യ ക്ലിനിക്കിന്റെ കർഷാമൃത വടക്കം എന്ന് പറഞ്ഞൊരു റേർ ഔഷധക്കൂട്ടുണ്ട്. 25 ദിവസം അവിടെ താമസിച്ച് അത് സേവിക്കണം. കുറച്ച് ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യണം. അത്രേ ഉള്ളൂ. 100% നാച്ചുറൽ. അതിന്റെ ഭാഗമായാണ് അവൻ വൈദ്യസ് ക്ലിനിക്കിൽ എത്തുന്നതും തന്റെ ജീവിതത്തിലെ ഏറ്റവും ടഫ് ടൈമിൽ കൂടെ കടന്നു പോകുന്നതും. ഒടുവിൽ പട്ടിണി കിടന്ന് മടുക്കുമ്പോൾ സണ്ണിയുടെ വാക്ക് കേട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്മസ് പാപ്പായുടെ വേഷവും ഇട്ട് ആൻമേരിയുടെ മുമ്പിലെത്തുന്ന ലൂക്കാച്ചൻ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷമുണ്ട്. ഇടുത്തി പോലെ രാഹുൽ വൈദ്യർ ലൂക്കാച്ചന്റെ നെഞ്ചത്ത് വന്നിറങ്ങുന്ന നിമിഷം. നീ എന്താണെന്നറിയോ? വെറും തീട്ടുണ്ടാക്കണം മെഷീൻ. കുറച്ച് നേരത്തേക്കും കുറച്ച് ദിവസങ്ങളിലേക്കും തളർന്ന് സ്വയം പഴിച്ചു പോകുന്നുണ്ട് ലൂക്കാച്ചൻ. അവിടുന്ന് വീണു പോകാതെ അവനെ കൈപിടിച്ചുയർത്തുന്നത് അവന്റെ പ്രിയപ്പെട്ട നൈറ്റ് റൈഡർ അമ്മച്ചിയാണ്. കർത്താവ് നിന്നെ ഇത്ര വലിപ്പത്തിൽ സൃഷ്ടിച്ചത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ പ്രകാശ് കോൺഗ്രസിന് വേണ്ടി ലൂക്കാച്ചൻ മത്സരിക്കുമെന്ന പുള്ളിക്കാരിയുടെ ഒറ്റ വാക്കിൽ സച്ചിന്റെ 100ാം സെഞ്ചുറി പോലെ ടോപ്പ് ഗിയറിലേക്ക് അടിച്ചു കയറുന്നുണ്ട് ലൂക്ക. പിന്നീട് അങ്ങോട്ട് ലൂക്ക് ജോൺ പ്രകാശിന്റെയും അവന്റെ മേഘരൂപിന്റെയും തേരോട്ടമാണ് നമ്മൾ കാണുന്നത്. അവന്റെ അപ്പാപ്പൻ പ്രകാശ് പാലക്കലിനെ പോലെ ബുദ്ധിയുള്ള, സ്നേഹമുള്ള പെരുമാറ്റത്തിലൂടെ കൊച്ചിക്കാരുടെ ഉള്ളിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറാൻ ലൂക്കായ്ക്ക് എളുപ്പം കഴിയുന്നുണ്ട്. അങ്ങനെ അതിശക്തമായ പോരാട്ടത്തിന് ശേഷം എതിരാളികളെ മലർത്തിയടിച്ച് കൊച്ചിയുടെ കരുത്തുറ്റ മേയറായി, കൊച്ചിയുടെ അപ്പനായി ലൂക്കാച്ചൻ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. തന്നെ ചതിച്ച ആൻമേരിയെ രാഹുൽ വൈദ്യർ പറ്റിക്കുമ്പോൾ, അയാൾ ആളുകളെ മുഴുവൻ കബളിപ്പിക്കുമ്പോൾ, മനുഷ്യരുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് അവരുടെ കോംപ്ലക്സ് വളർത്തി തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ, ഒരു സൂപ്പർ ഹീറോയെ പോലെ ഉയർന്നു വന്ന് രാഹുൽ വൈദ്യരുടെ നെഞ്ചടിച്ച് തകർത്ത് നിവർന്നു നിൽക്കുന്ന ലൂക്കാച്ചൻ ആളുകളുടെ ഉള്ളിൽ ഒരു രോമാഞ്ചമായി ഇരച്ചു കയറും. നൗ ഹീസ് എ സൂപ്പർമാൻ. ഒടുവിൽ ഏറ്റുപറച്ചിലും കണ്ണീരുമായി വരുന്ന ആൻമേരിയെ വളരെ നിസ്സാരമായി സ്വതസിദ്ധമായ തന്റെ കൊച്ചി ശൈലിയിൽ ഒരു മെലോഡ്രാമയും ഇല്ലാതെ പറഞ്ഞൊഴിവാക്കി തിരിഞ്ഞു നടക്കുന്ന ലൂക്കാച്ചനെ കാണുമ്പോൾ എല്ലാ പ്രേക്ഷകനും തോന്നും ഇയാൾ കൊച്ചിയുടെ അപ്പനാണെന്ന്. അങ്ങനെ നമ്മുടെ നായക സങ്കല്പങ്ങളെയും ക്ലീഷേ ക്ലൈമാക്സുകളെയും പുതുക്കി എഴുതിയ മനോഹരമായ ഒരു സിനിമയായിരുന്നു ആഷിഖ് കപൂറിന്റെ ഡാ തടിയ.